Very good morning to all. Today we will move on next module, portfolio analysis and selection. Portfolio. So individual securities have risk return characteristics of their own. The future return expected from a security is variable, and this variability of return is termed as risk. It is rare to find investors investing their entire wealth in a single security. This is because most investors have an aversion to risk. നമുക്ക് ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസ് അല്ലെ എന്താണ് ഓരോ ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസിനും ഹാവ് റിസ്ക് റിട്ടേൺ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദെയർ ഓൺ അവരുടേതായിട്ടുള്ള റിസ്ക് റിട്ടേൺ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട് എന്താണ് നമ്മൾ ആളുകളെ തന്നെ എടുക്കുമ്പോൾ നമ്മൾ പറയാറുള്ളൂ ഓരോ ആളുകൾക്കും ഓരോ സ്വഭാവമാണ് അല്ലെ ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉണ്ടാകുമെന്ന് അല്ലേ അതേപോലെ എന്താണ് ഈ സെക്യൂരിറ്റീസിനും എന്തുണ്ട് റിസ്ക് റിട്ടേൺ ക്യാരക്ടറിസ്റ്റിക്സ് അവരുടേതായിട്ട് എല്ലാത്തിനും ഒരേപോലെയുള്ള റിസ്ക് റിട്ടേൺ ക്യാരക്ടറിസ്റ്റിക്സ് അല്ല എന്ത് ഉള്ളത്. സോ ദ ഫ്യൂച്ചർ റിട്ടേൺ എക്സ്പെക്റ്റഡ് ഫ്രം എ സെക്യൂരിറ്റി ഈസ് വേരിയബിൾ. എന്താണ് നമ്മൾ ഒരു സെക്യൂരിറ്റിയിൽ നിന്നും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന എന്താണ് റിട്ടേൺ എന്തിനുള്ള സാധ്യതയുണ്ട്, വേരിയബിൾ ആവാൻ മാറാനുള്ള സാധ്യതയുണ്ട്. ആൻഡ് ദിസ് വേരിയബിലിറ്റി ഓഫ് റിട്ടേൺ ഈസ് ടേംഡ് ആസ് റിസ്ക്. അപ്പോൾ ഈ വേരിയബിലിറ്റി ഓഫ് റിട്ടേണിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിസ്ക് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഇപ്പോൾ ഒരു 10 രൂപ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രതീക്ഷിക്കുന്നു, ഒരു സെക്യൂരിറ്റിയിൽ നിന്ന് വരുമാനം നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതെന്താവാനുള്ള സാധ്യതയുണ്ട്, 8 ആവാനും 7 ആവാനും 6 ആവാനും ഒക്കെ എന്താണ് സാധ്യതയുണ്ട്. ആ സാധ്യതയെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിസ്ക്. വേരിയബിലിറ്റി ഇൻ റിട്ടേൺ ഈസ് ടേംഡ് ആസ് റിസ്ക്. ആൻഡ് ഇറ്റ് ഈസ് റയർ ടു ഫൈൻഡ് ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റിംഗ് ദെയർ എൻറ്റയർ വെൽത്ത് ഇൻ എ സിംഗിൾ സെക്യൂരിറ്റി. അതേപോലെ തന്നെ എന്താണ് ഒരാളുടെ മുഴുവൻ സമ്പാദ്യവും ഒരൊറ്റ സെക്യൂരിറ്റിയിൽ മാത്രമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളെയും കണ്ടുകിട്ടാൻ എന്താണ് പ്രയാസമാണ്. എന്താ അതിൻ്റെ കാരണം? ദിസ് ഈസ് ബിക്കോസ് മോസ്റ്റ് ഇൻവെസ്റ്റേഴ്സ് ഹാവ് ആൻ അവേർഷൻ ടു റിസ്ക്. എന്താണ് റിസ്കിനോടൊരു വെറുപ്പ് എന്തുണ്ട് ആളുകൾക്കുണ്ട്. അവേർഷൻ ഓഫ് റിസ്കിനെ കൊണ്ടാണ് ഇങ്ങനെ എന്ത് ചെയ്യണത്, എല്ലാ ആളുകളും എന്ത് ചെയ്യാത്തത്, ഒരൊറ്റ സെക്യൂരിറ്റിയിൽ എന്ത് ചെയ്യണത്, ഇൻവെസ്റ്റ് ചെയ്യാത്തത്. It is hoped that if money is invested in several securities simultaneously, the loss in one security will be compensated by the gain in others. നമ്മളൊരു പ്രതീക്ഷ എന്ന് പറയുന്നത് എന്താണ്, ഇഫ് മണി ഈസ് ഇൻവെസ്റ്റഡ് ഇൻ സെവറൽ സെക്യൂരിറ്റീസ്, എന്താണ് നമ്മൾ തുടർച്ചയായിട്ട് അല്ലെങ്കിൽ സൈമൾട്ടേനിയസ് ആയിട്ട് വിവിധ സെക്യൂരിറ്റികളിൽ നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിൽ പണം ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ദ ലോസ് ഇൻ വൺ സെക്യൂരിറ്റി വിൽ ബി കോമ്പൻസേറ്റഡ് ബൈ ദ ഗെയിൻ ഇൻ അതേഴ്സ്. എന്താണ് ഒരു സെക്യൂരിറ്റിയിൽ നഷ്ടം ഉണ്ടാകുമ്പം അതെന്തുകൊണ്ട് കോമ്പൻസേറ്റ് ചെയ്തു പോകും, വേറെ നമ്മൾ എന്താണ് ചെയ്തിട്ടുള്ള സെക്യൂരിറ്റിയുടെ ലാഭം കൊണ്ട് എന്ത് ചെയ്യും. എ ബി സി ഡി ഈ 4 സെക്യൂരിറ്റീസ് ആണുള്ളത്. എ നഷ്ടത്തിലാണ്, പക്ഷെ പകരം ബി എന്തായിരിക്കും, ലാഭത്തിലായിരിക്കും. അപ്പോൾ എയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പണം ബിയിലെ ഗെയിനെ കൊണ്ട് എന്ത് ചെയ്യും, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നഷ്ടപ്പെടാതെ തിരിച്ചു പിടിക്കുവാൻ സാധിക്കും. ആൻഡ് മോസ്റ്റ് ഇൻവെസ്റ്റേഴ്സ് ടെൻഡ് ടു ഇൻവെസ്റ്റ് ഇൻ എ ഗ്രൂപ്പ് ഓഫ് സെക്യൂരിറ്റീസ് റാദർ ദാൻ ഇൻ എ സിംഗിൾ സെക്യൂരിറ്റി. അതുകൊണ്ട് തന്നെ പല ആളുകളും ഇൻവെസ്റ്റേഴ്സ് എല്ലാം എന്തിനുള്ള സാധ്യതയാണുള്ളത്, ഗ്രൂപ്പ് ഓഫ് സെക്യൂരിറ്റി, ഒരു സിംഗിൾ സെക്യൂരിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരമായിട്ട് ഒരു കൂട്ടം സെക്യൂരിറ്റിയിൽ എന്ത് ചെയ്യാണ്, ഇൻവെസ്റ്റ് ചെയ്യാനാണ് എന്ത് ചെയ്യുന്നത്, ആളുകൾ എന്ത് ചെയ്യുന്നത്, ആളുകളുടെ ടെൻഡൻസി, ആളുകളുടെ താല്പര്യം. സോ സച്ച് എ ഗ്രൂപ്പ് ഓഫ് സെക്യൂരിറ്റീസ് ഹെൽഡ് ടുഗദർ ആസ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് നോൺ ആസ് പോർട്ട്ഫോളിയോ. അപ്പോൾ എന്താണ്, അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യുന്നത്, ഒരു കൂട്ടം സെക്യൂരിറ്റികൾ ഒരുമിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹെൽഡ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ വിവിധ സെക്യൂരിറ്റികളിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരുമിച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. The process of creating such a portfolio is called diversification. എന്താണ് അങ്ങനെ എന്താണ് പോർട്ട്ഫോളിയോ എന്ത് ചെയ്യുന്ന ഉണ്ടാവുന്ന അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുന്ന ആ പ്രക്രിയയ്ക്ക് നമ്മൾ പറയുന്ന പേരാണ് ഡൈവേഴ്സിഫിക്കേഷൻ. ഇറ്റ് ഈസ് ആൻ അറ്റംപ്റ്റ് ടു സ്പ്രെഡ് ആൻഡ് മിനിമൈസ് ദ റിസ്ക് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. എന്താണ് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ റിസ്ക് മിനിമൈസ് ചെയ്യുന്നതിനും അത് സ്പ്രെഡ് ചെയ്യുക എന്ന് വ്യാപിപ്പിക്കുക അല്ലേ, എല്ലാ ഇതിലേക്കും എന്ത് ചെയ്യുക, വ്യാപിപ്പിക്കും എന്ത് കുറയും, റിസ്ക് കുറയും. അപ്പോൾ ഇറ്റ് ഈസ് ആൻ അറ്റംപ്റ്റ് ടു സ്പ്രെഡ് ആൻഡ് മിനിമൈസ് ദ റിസ്ക് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. സോ ഫ്രം എ ഗിവൺ സെറ്റ് ഓഫ് സെക്യൂരിറ്റീസ് എനി നമ്പർ ഓഫ് പോർട്ട്ഫോളിയോസ് ക്യാൻ ബി കൺസ്ട്രക്റ്റഡ്.
സോ എ റാഷണൽ ഇൻവെസ്റ്റർ അറ്റംപ്റ്റ് ടു ഫൈൻഡ് ഔട്ട് മോസ്റ്റ് എഫിഷ്യൻ്റ് ഓഫ് ദീസ് പോർട്ട്ഫോളിയോസ്. നമുക്കിപ്പം എന്താണ് ഒരു സെറ്റ് ഓഫ് സെക്യൂരിറ്റീസിൽ നിന്ന് ഇപ്പം നമുക്കൊരു 5 ABCDE അല്ലേ എന്ന് പറയുന്ന ഒരു 5 സെക്യൂരിറ്റി നമ്മുടെ മുമ്പിലുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് 5 പോർട്ട്ഫോളിയോ ആണോ ഉണ്ടാക്കാൻ പറ്റുക? 5 അല്ല, അതിലും കൂടുതൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ABACAD അല്ലേ, AEBCBDBE ABCBCD എന്ന് പറഞ്ഞാൽ അങ്ങനെ എന്ത് ചെയ്യാം, ഒരുപാട് പോർട്ട്ഫോളിയോസ് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഗിവൺ സെറ്റ് ഓഫ് സെക്യൂരിറ്റീസിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ റാഷണൽ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റർ എന്താണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്? മോസ്റ്റ് എഫിഷ്യൻ്റ് ഓഫ് ഇങ്ങനെയുള്ള ഒരുപാട് പോർട്ട്ഫോളിയോയിൽ നിന്ന് എല്ലാം എന്തായിരിക്കില്ല, എഫിഷ്യൻ്റ് പോർട്ട്ഫോളിയോസ് ഒന്നും ആയിരിക്കില്ല. അപ്പോൾ ആ എഫിഷ്യൻ്റ് പോർട്ട്ഫോളിയോസ് ഐഡൻറ്റിഫൈ ചെയ്യുക അല്ലെങ്കിൽ അത് ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു റാഷണൽ ഇൻവെസ്റ്റർ എന്ത് ചെയ്യുക, അത് ശ്രമിക്കുന്നത്. സോ ദ എഫിഷ്യൻസി ഓഫ് ഈച്ച് പോർട്ട്ഫോളിയോ ക്യാൻ ബി ഇവാലുവേറ്റഡ് ഓൺലി ഇൻ ടേംസ് ഓഫ് എക്സ്പെക്റ്റഡ് റിട്ടേൺ ആൻഡ് റിസ്ക് ഓഫ് ദ പോർട്ട്ഫോളിയോ ആസ് സച്ച്. എന്താണ് അപ്പോൾ ഈ എഫിഷ്യൻ്റ് പോർട്ട്ഫോളിയോ എന്താണ് ഈ പറയുന്നത്, എന്താണ് എഫിഷ്യൻസി ഓഫ് ഈച്ച് പോർട്ട്ഫോളിയോ, ഓരോ പോർട്ട്ഫോളിയോയുടെയും എഫിഷ്യൻസി ഡിറ്റർമിൻ ചെയ്യുന്നത് എങ്ങനെയാണ്, എന്ത് ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടാണ്? ഈ പോർട്ട്ഫോളിയോയുടെ റിട്ടേണും റിസ്ക്കും, എക്സ്പെക്റ്റഡ് റിട്ടേണും റിസ്ക്കും ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ദസ് ഡിറ്റർമിനിങ് ദ എക്സ്പെക്റ്റഡ് റിട്ടേൺ ആൻഡ് റിസ്ക് ഓഫ് ഡിഫറെൻറ്റ് പോർട്ട്ഫോളിയോ ഈസ് എ പ്രൈമറി സ്റ്റെപ്പ് ഇൻ ദ പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ്. പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റിൻ്റെ പ്രൈമറി സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഡിറ്റർമിനിങ് ദ എക്സ്പെക്റ്റഡ് റിട്ടേൺ ആൻഡ് റിസ്ക് ഓഫ് ഡിഫറെൻറ്റ് പോർട്ട്ഫോളിയോ എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെ നമ്മൾ പറയുന്നതാണ്, ദിസ് സ്റ്റെപ്പ് ഈസ് ഡെസിഗ്നേറ്റഡ് ആസ് പോർട്ട്ഫോളിയോ അനാലിസിസ്. സോ പോർട്ട്ഫോളിയോ അനാലിസിസ് ഈസ് ദ പ്രോസസ് ഓഫ് ഡിറ്റർമിനിങ് ദ എക്സ്പെക്റ്റഡ് റിട്ടേൺ ആൻഡ് റിസ്ക് ഓഫ് ഡിഫറെൻറ്റ് പോർട്ട്ഫോളിയോസ് എന്നാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, പറയുവാൻ സാധിക്കുന്നത്. ഓക്കെ, then what are the different types of എന്താണ് പോർട്ട്ഫോളിയോസ് എന്നാണ്? പേഷ്യൻ്റ് പോർട്ട്ഫോളിയോസ് ഉണ്ട്, അഗ്രസീവ് പോർട്ട്ഫോളിയോസ്, ഡിഫെൻസീവ് പോർട്ട്ഫോളിയോസ്, സ്പെക്കുലേറ്റീവ് പോർട്ട്ഫോളിയോസ്, ഹൈബ്രിഡ് പോർട്ട്ഫോളിയോസ്, ഇൻകം പോർട്ട്ഫോളിയോസ്, ഇതൊക്കെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എന്താണ് പോർട്ട്ഫോളിയോസ് ആണ് ഓരോന്ന് നോക്കാം. So the patient portfolio. This type of investment consists of well-known stocks. Most of such stocks pays dividend and hence investors who like to buy and hold for long period. അപ്പോൾ വെൽ നോൺ, വളരെ എന്താണ് അറിയപ്പെടുന്ന സ്റ്റോക്കുകളാണ് എന്താ അറിയപ്പെടുന്നത് ഈ ഇൻവെസ്റ്റ്മെൻറ്റിൽ എന്തുണ്ടെന്നത് വരുന്നത്. സോ ദ മോസ്റ്റ് ഓഫ് സച്ച് സ്റ്റോക്ക് എന്നാൽ അങ്ങനെയുള്ള എല്ലാ സ്റ്റോക്കുകളും എന്ത് ചെയ്യും, ഡിവിഡൻഡ് എന്ത് ചെയ്യുന്നു, പേ ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾ എന്ത് ചെയ്യും, അത് വാങ്ങുവാനും അത് എന്താണ് കുറേ കാലത്തേക്ക് ഹോൾഡ് ചെയ്യുവാനും താല്പര്യപ്പെടുന്നുണ്ട്. സോ ദ വാസ്റ്റ് മെജോറിറ്റി ഓഫ് ദ സ്റ്റോക്ക് ഇൻ ദിസ് പോർട്ട്ഫോളിയോ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ക്ലാസിക് ഗ്രോത്ത് കമ്പനീസ്. എന്താണ് ക്ലാസിക് ഗ്രോത്ത് കമ്പനീസിൻ്റെ എന്താണ് ഷെയറുകളാണ് ഈ ഒരു കൂടുതൽ ക്ലാസിക് ഗ്രോത്ത് കമ്പനീസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്, വാട്ട് എവർ ഷുഡ് ബി ദ എക്കണോമിക് ക്ലൈമറ്റ്, അവരെന്ത് ചെയ്യുന്നുണ്ട്, റിട്ടേൺ അവരെന്ത് ചെയ്യും, അഷ്വർ ചെയ്യും. എക്കണോമിക് ക്ലൈമറ്റിനെ എന്ത് ചെയ്യാതെ ബാധിക്കാത്ത തരത്തിൽ അതിനെ എന്ത് ചെയ്യാതെ കൺസിഡർ ചെയ്യാത്ത തരത്തിൽ അവർ എന്ത് ചെയ്യും, റിട്ടേൺസ് എന്ത് ചെയ്യും, ഓഫർ ചെയ്യും. അപ്പോൾ അത്രയും വെൽ നോൺ ആയിരിക്കും അത്. ഓക്കെ, അപ്പം അങ്ങനെയുള്ള ആ കമ്പനികളുടെ എന്താണ് ഷെയർസ് ഉപയോഗിച്ചുകൊണ്ട് പോർട്ട്ഫോളിയോ എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് പോർട്ട്ഫോളിയോ ആണെന്ത് പേഷ്യൻ്റ് പോർട്ട്ഫോളിയോ. അടുത്താണ് അഗ്രസീവ് പോർട്ട്ഫോളിയോ. എൻ അഗ്രസീവ് പോർട്ട്ഫോളിയോ ആസ് ദ നെയിം സജസ്റ്റ് ഈസ് വൺ ഓഫ് ദി കോമൺ ടൈപ്പ് ഓഫ് പോർട്ട്ഫോളിയോ ദാറ്റ് ടേക്സ് എ ഗ്രേറ്റർ റിസ്ക് ഇൻ സെർച്ച് ഓഫ് ഹൈ റിട്ടേൺസ്. എന്താണ് ഇതിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ എന്താണ് ഒരു കോമൺ ടൈപ്പ് ഓഫ് പോർട്ട്ഫോളിയോ ആണ്. എന്ത് ഗ്രേറ്റ് റിസ്ക് ഇൻ സെർച്ച് ഓഫ് ഹൈ റിട്ടേൺ, നല്ല റിട്ടേൺ കിട്ടാൻ വേണ്ടിയിട്ട് നല്ല റിസ്ക് എടുക്കുന്ന തരത്തിലുള്ള പോർട്ട്ഫോളിയോ ആണ്. സോ എ സ്റ്റോക്ക് ഇൻ അഗ്രസീവ് പോർട്ട്ഫോളിയോ ഹാവ് ഹൈ ബീറ്റ ആൻഡ് ദെർഫോർ എക്സ്പീരിയൻസ് എ ഹയർ ഫ്ലക്ച്വേഷൻ ഇൻ പ്രൈസ്. എന്താണ് അപ്പോൾ ഇങ്ങനെയുള്ള ഈ പോർട്ട്ഫോളിയോയിലുള്ള ഷെയറിൻ്റെ എന്താണ് ബീറ്റയാണല്ലോ നമ്മൾ എന്താണ് മെഷർ ചെയ്യുന്നത്, റിസ്ക് മെഷർ ചെയ്യേണ്ടത്. അല്ല അപ്പോൾ ബീറ്റ എന്തായിരിക്കും, ഹൈ ആയിരിക്കും. എന്തിനു വേണ്ടിയിട്ട്, അപ്പോൾ അവിടെ എന്തുണ്ടാവും, സെൻസിറ്റിവിറ്റി എന്താണ് ബീറ്റ മെഷർ ചെയ്യുന്നത്, സെൻസിറ്റിവിറ്റി ഓഫ് ഇൻഡെക്സ് ആണ്. അപ്പോൾ സെൻസിറ്റിവിറ്റി എന്തായിരിക്കും, കൂടുതലായിരിക്കും. ഇൻ ദിസ് ടൈപ്പ് ഓഫ് പോർട്ട്ഫോളിയോ ഇറ്റ് ഈസ് വൈറ്റൽ ടു മാനേജ് റിസ്ക് ഇൻ എ പ്രൊഡൻറ്റ് മാനർ. എന്താണ് ഇതിലൊക്കെ പ്രധാനം എന്താണ്, റിസ്കിനെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഈ തരത്തിലുള്ള പോർട്ട്ഫോളിയോയിൽ എന്താണ് പ്രധാനപ്പെട്ട സംഗതി. ഡിഫെൻസീവ് പോർട്ട്ഫോളിയോ. ഡിഫെൻസീവ് പോർട്ട്ഫോളിയോ ഈസ് വൺ കംപ്രൈസിങ് ദ സ്റ്റോക്ക് ദാറ്റ് ഡോണ്ട് ഹാവ് എ ഹൈ ബീറ്റ. അല്ലെ അഗ്രസീവിൻ്റെ ഓപ്പോസിറ്റ് ആണ്. അവിടെ എന്താണ് ഹൈ ബീറ്റ ഇല്ലാത്ത എന്താണ് ഷെയറുകൾ. അപ്പോൾ അതായത് എന്താണ് അഷേർഡ് റിട്ടേൺ ആയിരിക്കും കൂടുതലും ഉണ്ടാവുക. ഒരു ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസ് ഒക്കെ വരുന്ന തരത്തിലുള്ള റിട്ടേൺ ആയിരിക്കും എന്ന പോർട്ട്ഫോളിയോ ആയിരിക്കും ഇത് ഉണ്ടാവുക. സോ എ ഡിഫെൻസീവ് പോർട്ട്ഫോളിയോ ഈസ് വൺ കംപ്രൈസിങ് സ്റ്റോക്ക് ദാറ്റ് ഡോണ്ട് ഹാവ് ഹൈ ബീറ്റ.
സ്റ്റോക്ക് ഇൻ ദിസ് പോർട്ട്ഫോളിയോ ആർ റിലേറ്റീവ്ലി ഐസൊലേറ്റഡ് ഫ്രം എന്താണ് ബ്രോഡ് മാർക്കറ്റ് മൂവ്മെൻറ്റ്. എന്താണ് മാർക്കറ്റ് മൂവ്മെൻറ്റിനെ കൊണ്ട് വലിയൊരു എന്താണ് ഇമ്പാക്റ്റ് ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ തരത്തിലുള്ള പോർട്ട്ഫോളിയോക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം ബീറ്റ കുറവാണ്, സെൻസിറ്റിവിറ്റി എന്താണ് കുറവായിരിക്കും. അപ്പോൾ മാർക്കറ്റിനനുസരിച്ചിട്ട് ഇത് എന്ത് ചെയ്യില്ല, പ്രതികരിക്കില്ല. സോ ഇൻ ദിസ് ടൈപ്പ് ഓഫ് പോർട്ട്ഫോളിയോ ദ സ്ട്രാറ്റജി ഈസ് ടു ബ്രിങ് ഡൗൺ ദ റിസ്ക് ഓഫ് ലോസിങ് ദ പ്രിൻസിപ്പൽ. എന്താണ് അപ്പോൾ ഇതിൻ്റെ സ്ട്രാറ്റജി എന്ന് പറയുന്നത്, നമ്മൾ പ്രിൻസിപ്പൽ എമൗണ്ട് എന്ത് ചെയ്യാൻ പാടില്ല, നഷ്ടപ്പെടാൻ പാടില്ല. അതാണ് കൂടുതൽ റിസ്ക് എടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, പ്രിൻസിപ്പൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, നഷ്ടപ്പെടാൻ പറ്റില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഈ പോർട്ട്ഫോളിയോയിലുള്ള ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അതാണ് ദ ഇൻകം പോർട്ട്ഫോളിയോ. So this is another common type of portfolio that focuses on investment making money from dividend or the types of distributions. എന്താണ് അതായത് ഇൻകം കാക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ എന്താണ് ഇൻകം പ്രതീക്ഷിച്ചുകൊണ്ടുള്ള എന്താണ് പോർട്ട്ഫോളിയോ ആണ് നമ്മൾ ഇൻകം പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. അപ്പം ഇത് എങ്ങനെയാണ് സംഭവം, പോർട്ട്ഫോളിയോ ദാറ്റ് ഫോക്കസസ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് മേക്കിംഗ് മണി ഫ്രം ഡിവിഡൻഡ്. ഡിവിഡൻഡിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യുക, പൈസ ഉണ്ടാക്കുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഡിസ്ബേഴ്സ്മെൻറ്റ് അതിൽ നിന്നും എന്ത് ചെയ്യുക, പണം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഫോക്കസ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് വൈറ്റൽ ടു കീപ്പ് ഇൻ മൈൻഡ് ദാറ്റ് പെർഫോമൻസ് ഓഫ് സ്റ്റോക്ക് ഇൻ എൻ ഇൻകം പോർട്ട്ഫോളിയോ ആർ സബ്ജക്റ്റ് ടു ദ പ്രിവെയിലിംഗ് എക്കണോമിക് ക്ലൈമറ്റ്. എന്താണ് പ്രിവെയിലിംഗ് എക്കണോമിക് ക്ലൈമറ്റിന് അനുസരിച്ചിട്ടായിരിക്കും പെർഫോമൻസ് എന്ന് പറയുന്നത്, ഇൻകം പോർട്ട്ഫോളിയോയുടെ പെർഫോമൻസ് എന്ന് പറയുന്നത്. ആ കാര്യം നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിൽ വെക്കേണ്ടതാണ്. ഇതിനടുത്താണ് സ്പെക്കുലേറ്റീവ് പോർട്ട്ഫോളിയോ. സോ എ സ്പെക്കുലേറ്റീവ് പോർട്ട്ഫോളിയോ ക്യാരീസ് ദ ഹയസ്റ്റ് റിസ്ക് അമംഗ് ദി ഓൾ ടൈപ്സ് ഓഫ് പോർട്ട്ഫോളിയോ. എന്താണ് ഈ പറയുന്ന എല്ലാ പോർട്ട്ഫോളിയോയിൽ ഏറ്റവും കൂടുതൽ റിസ്ക് ഉള്ള പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് സ്പെക്കുലേറ്റീവ് പോർട്ട്ഫോളിയോ ആണ്. സോ സ്റ്റോക്സ് ഇൻ എ സ്പെക്കുലേറ്റീവ് പോർട്ട്ഫോളിയോ കുഡ് ആൾസോ ബി ഓഫ് എ ടെക്നോളജി ആൻഡ് ഹെൽത്ത് കെയർ കമ്പനീസ് ദാറ്റ് ആർ ഇൻ ദ പ്രോസസ് ഓഫ് ബ്രേക്ക് ത്രൂ പ്രോഡക്റ്റ്. ഈ സ്പെക്കുലേറ്റീവ് പോർട്ട്ഫോളിയോയിലുള്ള പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്താവാം, ടെക്നോളജി ബേസ്ഡോ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ കമ്പനീസിൻ്റെ ഒക്കെ എന്താവാം പ്രോഡക്റ്റ് ആവാം, ഒരു ബ്രേക്ക് ത്രൂ പ്രോഡക്റ്റ് ആവാം. സോ ഇൻവെസ്റ്റേഴ്സ് മസ്റ്റ് അഡോപ്റ്റ് ദ ഡ്യൂ ഡിലിജൻസ് വൈൽ ബിൽഡിങ് എ സ്പെക്കുലേറ്റീവ് പോർട്ട്ഫോളിയോ ആസ് ദ റിസ്ക് ഇറ്റ് ക്യാരീസ് ഇസ് പ്രെറ്റി ഹൈ. അപ്പം ഒരു സ്പെക്കുലേറ്റീവ് പോർട്ട്ഫോളിയോ ഉണ്ടാക്കുന്ന സമയത്ത് ഇൻവെസ്റ്റേഴ്സ് വളരെയധികം ഡ്യൂ ഡിലിജൻസ്, അതായത് കരുതിയിരിക്കണം, വളരെയധികം ശ്രദ്ധിക്കണം. കാരണം ഈ പോർട്ട്ഫോളിയോയിൽ എന്ത് കൂടുതലാണ്, റിസ്ക് വളരെ കൂടുതലാണ്. അടുത്താണ് ഹൈബ്രിഡ് പോർട്ട്ഫോളിയോസ്. സോ ഹൈബ്രിഡ് പോർട്ട്ഫോളിയോ വുഡ് മിക്സ് ദ സ്റ്റോക്ക് ആൻഡ് ബോൺസ് ഇൻ ദ റിലേറ്റീവ്ലി ഫിക്സഡ് പ്രൊപ്പോർഷൻസിൽ. സ്റ്റോക്കിനെയും ബോണ്ടിനെയും ഒക്കെ മിക്സ് ചെയ്തുകൊണ്ട് ഉള്ളൊരു പോർട്ട്ഫോളിയോ ആണ് ഹൈബ്രിഡ് പോർട്ട്ഫോളിയോ. ദിസ് അപ്രോച്ച് ഓഫർ ഡൈവേഴ്സിഫിക്കേഷൻ അക്രോസ് മൾട്ടിപ്പിൾ അസറ്റ് ക്ലാസ്. ഈ എല്ലാ അസറ്റ് ക്ലാസ്സിനെയും ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കൊണ്ട് അതെന്ത് ഓഫർ ചെയ്യുന്നുണ്ട്, ഡൈവേഴ്സിഫിക്കേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ഓഫർ ചെയ്യുന്നുണ്ട്. That in itself it's beneficial because equities and fixed income securities have historically tended to have a negative correlation with one another. അപ്പോൾ അതിൻ്റെ ക്രിയേഷനിൽ തന്നെ അത് ബെനിഫിറ്റാണ്. കാരണം ഈ ഇക്വിറ്റീസും അതേപോലെ തന്നെ ഇക്വിറ്റീസും അതേപോലെ ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസ് നെഗറ്റീവ് കോറിലേഷനാണ് ഉണ്ടാവുക. കാരണം ഈ പോസിറ്റീവ് കോറിലേഷൻ ആണെങ്കിലാണ് നമുക്ക് എന്തുണ്ടാകുന്നത്, പ്രശ്നം ഉണ്ടാകുന്നത്. അല്ല, പോസിറ്റീവ് കോറിലേഷൻ ആണ്. കാരണം ഒരു ഡിപ്രഷൻ വന്നു കഴിഞ്ഞാൽ രണ്ടും എന്ത് ചെയ്യും, നശിച്ചു പോകും, അല്ലെങ്കിൽ രണ്ടിൻ്റെയും വാല്യൂ എന്ത് ചെയ്യും, താഴോട്ട് പോകും. അപ്പോൾ നെഗറ്റീവ് കോറിലേഷൻ ആണ് എങ്കിൽ ഒന്ന് എന്ത് ചെയ്യും, താഴോട്ട് പോകുമ്പോൾ ഒന്ന് എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഒന്നിൻ്റെ നഷ്ടം നമുക്ക് വേറെ ഒന്നിൻ്റെ ഗെയിനെ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോമ്പൻസേറ്റ് ചെയ്യാൻ സാധിക്കും. ഇതാണ് ഹൈബ്രിഡ് പോർട്ട്ഫോളിയോ എന്ന് നമ്മൾ പറയുന്നത്. സോ ദിസ് ഇസ് ഇൻട്രൊഡക്ഷൻ അബൌട്ട് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ്. അതാണ് ടൈപ്സ്, അഗ്രസീവ് ഉണ്ട്, ഡിഫെൻസീവ് ഉണ്ട്, ഇൻകംസ് സ്പെക്കുലേറ്റീവ് ആൻഡ് ഹൈബ്രിഡ്. And thank you. If you have any doubt regarding this session, you can ask.